ഇന്നത്തേക്ക് ഇതാ മോളുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടോ. മെയ് 17, 18 ഈ 2 ദിവസങ്ങളോടെയായിരുന്നു കല്യാണം. അവളുടെ 2 ദിവസം എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ ഇത് 2 ദിവസം നിങ്ങൾ വിചാരിക്കും. കാരണം 17-ാം തീയതി അവൾ ഇവിടെ വന്ന് നമ്മുടെ വീട്ടിൽ, ഇവിടെ നാട്ടിലായിരുന്നു പരിപാടി, നമ്മുടെ വീട്ടിൽ. പിറ്റേന്ന് 18-ാം തീയതി അവരുടെ വീട്ടിൽ, അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മൾ ഫെബ്രുവരി 26-നായിരുന്നു നിക്കാഹായിരുന്നു. നമ്മൾ അത്യാവശ്യം ഗ്രാൻഡായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. 1000 പേരെയൊക്കെ വിളിച്ച്, അതായത് അവിടുന്ന് ഒരു 1500 പേരുണ്ടായിരുന്നു. നമ്മളിവിടെ 1500 പേരെയൊക്കെ വിളിച്ച് വലുതായിട്ട് വലിയൊരു ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം എന്ന് പറയുന്നത് പിന്നെ മെയ് 17-ാം തീയതി അവർ വന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്നുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 17-ാം തീയതി നമ്മൾ വേണ്ടപ്പെട്ടവർ മാത്രം ഒരു 19 ആൾക്കാർ, അവിടുന്ന് ഒരു 19 ആൾക്കാർ വന്ന് ഒരു 100-120 ആൾക്കാർ ഉള്ളിലായിട്ട് ചെറിയൊരു ഫംഗ്ഷനും, അത് ചെറിയൊരു നമ്മുടെ വീടിനടുത്തായിട്ട് ചെറിയൊരു ഹാളിൽ വെച്ചായിരുന്നു പരിപാടി. റെഡും ബ്ലാക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയായിട്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കാണാനായിട്ട്. അപ്പോൾ അവർ കുറച്ച് ആൾക്കാർ വന്നിട്ട് അങ്ങനെ ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളോട് കൂടി ഒരു അസർ നിസ്കാരത്തോടു കൂടി അവർ വന്നു. മാരിബ് പോക്കിന് വീട്ടിൽ അങ്ങോട്ട് എത്തി കേട്ടോ. അന്ന് ഞങ്ങൾ അങ്ങോട്ട് അവളവിടെ ആക്കാനായിട്ട് അതേപോലെ വേണ്ടപ്പെട്ടവർ മാത്രം അങ്ങോട്ട് പോയി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാരും പിന്നെ മുത്തച്ച്ചികളും അങ്ങനെയൊക്കെ ആയിട്ട് മാത്രം അവിടെ പോയി അവളവിടെ ഏൽപ്പിച്ച് ഇങ്ങനെ രാത്രി തന്നെ ഇങ്ങോട്ട് മടങ്ങി. പിറ്റേന്ന് അസറിന് ഒരു 4 മണിക്ക് ശേഷമായിരുന്നു അവിടെ റിസപ്ഷൻ. അത് അത്യാവശ്യം ഭയങ്കരമായിട്ട് വലിയൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഒരു എത്ര ആൾക്കാർ, ഒരു 2000 ആൾക്കാർ എന്തായാലും ഉണ്ടാവും. കാരണം അൻസാറിന് ഒരുപാട് ആൾക്കാർ വിളിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുണ്ടായതുകൊണ്ടും ഒരുപാട് ആൾക്കാർ വിളിച്ച് എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ഭയങ്കര പരിപാടിയായിരുന്നു. ഓഡിറ്റോറിയം, അത് പിന്നെ ഓഡിറ്റോറിയം അടിപൊളിയായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഡിറ്റോറിയം. പിന്നെ ഒരു പെൺകുട്ടി കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ, ഏതൊരു പെൺകുട്ടിക്കും അതുപോലെയൊക്കെ ഒരു സ്വപ്നം പോലെ നടത്തിയ ഒരു കല്യാണം പോലെ എനിക്ക് തോന്നിയിട്ടോ. കാരണം സ്റ്റേജ് കാര്യങ്ങൾ, അവർ വരുമ്പോൾ എന്താ പറയുക, ഒരുപാട് വെള്ള ഡ്രസ്സിട്ട് പെൺകുട്ടികളിങ്ങനെ ഡാൻസ് കളിക്കുക, പിന്നെ ഓരോരോ ചുറ്റുഭാഗം ഇങ്ങനെ നല്ല ഡാൻസേഴ്സ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. എന്താപ്പോൾ പറയുക, അങ്ങനെ നമ്മുടെ കണ്ണിനൊക്കെ ഒരുപാട് കുളിർമ, മനസ്സിനും ഒക്കെ നിറഞ്ഞ് ഒരു സന്തോഷം തരുന്ന കാഴ്ചകൾ ഒരു കല്യാണമായിരുന്നു കേട്ടോ അവളുടേത്. പിന്നെ ഒരുക്കാനായിട്ട് അവൾക്ക് ഒരു ബ്യൂട്ടീഷ്യൻ, അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ തലേന്നത്തെ ഡ്രസ്സ് അവൾ ഇടുമ്പോൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുത്തുമായിരുന്നു കേട്ടോ, അതായത് എൻ്റെ സിസ്റ്റർ. അപ്പോൾ അതും നല്ല അടിപൊളിയായിട്ട് അവൾ ഒരു മേക്കപ്പ്, എന്താ പറയുക, ഒരു ബ്യൂട്ടീഷ്യനെ വെല്ലുന്ന രീതിയിൽ അവൾ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല സുന്ദരമായിട്ട് ഒരുങ്ങിയായിട്ട് അവൾ ഇറങ്ങിയത്. അതും റെഡ് ഡ്രസ്സ് അവൾക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ചുവപ്പ് കളറുള്ള ആ ഒരു ചൂളിയായിരുന്നു കേട്ടോ അവൾക്ക് ഏറ്റവും മാച്ചായിട്ടുള്ളത്. ഒന്ന് നിക്കാവും കല്യാണമായിട്ട് പോകുക 4 കൂട്ടം ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്. 2 ഡ്രസ്സ് അതിനോട് നിക്കാവിന് വിടുന്നു, പിന്നെ മാറ്റി ഇവിടെ അവർ വരുമ്പോൾ റെഡിയായി നിൽക്കുക ഇവിടെയും, പിന്നെ പോകുമ്പോൾ റെഡ് ഡ്രസ്സും അവിടെ എത്തിയതായി വൈറ്റ് ഡ്രസ്സും, അങ്ങനെ 4 കൂട്ടം കല്യാണ ഡ്രസ്സ് തന്നെ അവൾക്ക് കേട്ടോ. അതൊക്കെ അവൾ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ആ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ബസ്സിന് ആൾക്കാരാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പോരാത്തതിന് നമ്മൾ സ്വന്തമായിട്ട് വണ്ടിയുള്ളവരൊക്കെ സ്വന്തമായിട്ട് വണ്ടിയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അങ്ങോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. നിക്കായിന് എല്ലാവരും ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് പിരിഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോയിട്ടില്ലല്ലോ ഓളെ. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് എല്ലാവരും അങ്ങോട്ട് പുതുക്കം പോയി. അയൽവാസികളെയും കുടുംബത്തുകാരെയും എല്ലാവരെയും നമുക്ക് വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ച് ഒരു ബസ്സൊക്കെ ഏൽപ്പിച്ച് അടിപൊളിയായിട്ട് അങ്ങോട്ട് പോയി നമ്മളെല്ലാവരെയും കാണിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടുന്ന് തന്നെ പിരിഞ്ഞു കേട്ടോ. പക്ഷേ ഞങ്ങൾ എല്ലാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. 2 ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുമിച്ച് നിന്ന് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഡാൻസ് പരിപാടി മേളങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ നീനും ഇതും കൂടെ മടങ്ങിയത്. ഞങ്ങളാണ് ലാസ്റ്റ് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് പോയിട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണ വിശേഷങ്ങൾ. അന്ന് ഞാൻ വീഡിയോ ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്കത് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അന്നൊരു ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പൊളിച്ചേനെ ഈ വീഡിയോസൊക്കെ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.